ജിബ്രീലും മീകാഈലും അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ വളരെ ഗൗരവമാണ്. നമ്മൾ ആലോചിക്കുക ഇതിൽ എത്ര പാപങ്ങൾ എന്റെ പെരടിയിലുണ്ട്, ഏതൊക്കെ പാപങ്ങൾ എന്റെ പെരടിയിലുണ്ട്, അതോർക്കണം, അതാലോചിക്കണം. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ വിശദീകരിച്ചു കൊടുക്കുന്ന അടുത്ത സംഭവം, വല്ലദീ റഅയ്തഹു ഫിസ്സഖബി ഫഹുമുസ്സുനാത്ത്. നിങ്ങളൊരു ചൂളയിൽ അതാ അടിഭാഗം വളരെ വിശാലമായതും മുകൾ ഭാഗം കുടുസായതുമായ തീ കത്തിക്കപ്പെടുന്ന ഒരു പാത്രം നിങ്ങൾ കണ്ടില്ലേ? അതിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാര് അതാ പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുന്ന വളരെ ദയനീയമായ കൂട്ടക്കരച്ചിലുകൾ ആ രംഗം തങ്ങൾ കണ്ടില്ലേ? അതാരാണെന്നറിയാമോ? ഫഹുമുസ്സുനാത്ത്, വ്യഭിചാരികളാണ് നബിയേ. അള്ളാഹു മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ മറക്കാതെ പുരുഷന്മാരെ വശീകരിച്ചുകൊണ്ട് തങ്ങളിലേക്ക് പുരുഷന്മാരെ ആകർഷിച്ചുകൊണ്ട് വേശ്യകളായി നടന്ന് വേശ്യാവൃത്തി ചെയ്തുകൊണ്ട് അതിലേക്ക് വന്ന ആണുങ്ങളും അതിലേക്ക് വന്ന പെണ്ണുങ്ങളുമാണ് അതാ നഗ്നരായിക്കൊണ്ട് ഉടുതുണിയില്ലാതെ അപമാനിതരായ നിലയിലതാ അവരതാ തീച്ചൂളയിൽ ശിക്ഷിക്കപ്പെടുന്നു. ഇത് മഹ്ശറിൽ കിട്ടാനുള്ള തീയുടെ നരകത്തീയുടെ ശിക്ഷയുടെ മുമ്പാണെന്നറിയണം. ഖബറിൽ വരാനുള്ള രംഗങ്ങളായി പറയുന്നത്, ഖബറിൽ അനുഭവിക്കാനുള്ള ബർസഖിന്റെ ലോകത്ത് അനുഭവിക്കാനുള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. കണ്ടില്ലേ, ലോകം മുഴുവൻ വൃത്തികേട് പ്രചരിപ്പിക്കുന്ന വേശ്യകളില്ലേ, വൃത്തികെട്ട രംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളില്ലേ, അത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നിട്ട് അവനവൻ പണവും കൊടുത്തിട്ട് ഈ വ്യഭിചാര വൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട മുസ്ലിമത്തെ, ഈ കണ്ണുകൊണ്ട് ആ ഹറാമ് കാണുമ്പോ, ഇക്കാതുകൊണ്ട് ആ ഹറാമ് കേട്ട് രസിക്കുമ്പോ, ആ വർത്തമാനങ്ങൾ ഈ നാവ് കൊണ്ട് പറഞ്ഞ് രസിക്കുമ്പോ അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള ചലനങ്ങളും ആംഗ്യങ്ങളും സംസാരത്തിലൂടെ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുമ്പോ ആ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുകയല്ലേ? ഇത്തരത്തിൽ വളരെ ഭീകരമായ നിലക്കുള്ള ശിക്ഷയാണ് വ്യഭിചാരികൾക്ക് ലഭിക്കാനുള്ളതെങ്കിൽ ആ വ്യഭിചാരത്തിലേക്ക് വേണ്ട കവാടങ്ങൾ മുഴുവൻ ഇസ്ലാം അടച്ചിട്ടില്ലേ? അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള കവാടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പെണ്ണവളുടെ ശരീരം മറക്കലാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ശരീരത്തിന്റെ മാംസളഭാഗങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാണിന് വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ ഒരു ശിക്ഷയുടെ പങ്ക് ഈ പെണ്ണിനുമില്ലേ? കാരണം ഇവളല്ലേ ആകർഷിപ്പിച്ചത്, ഇവളല്ലേ കൊതിപ്പിച്ചത്, ഇവളല്ലേ ആണിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയുണ്ടാക്കിയത്. ശാപത്തിന് ഹേതുവായ പെണ്ണല്ലേ? സ്വർഗത്തിന്റെ മണം പോലും അവൾക്ക് നിഷിദ്ധമല്ലേ? തന്റെ കൈ കാണിച്ചുകൊണ്ട്, തന്റെ ആംഗ്യം കാണിച്ചുകൊണ്ട്, തന്റെ വയറ് പ്രദർശിപ്പിച്ചുകൊണ്ട്, തന്റെ മാറും കഴുത്തും കാണിച്ചുകൊണ്ട്, തന്റെ നിതംബം പ്രദർശിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ശരീരത്തിന്റെ സൗന്ദര്യഭാഗങ്ങളെ മറ്റുള്ളവരിലേക്ക് നയിക്കുന്ന അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ എത്ര ശാപത്തിന് വിധേയകളാണ്, എത്രത്തോളമെന്നോ. അതാ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരെ ആകർഷിക്കലാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ ഫഹിയ സാനിയ, അവൾ വേശ്യപ്പെണ്ണാണ്, അവൾ വേശ്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ സിനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ, അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അതേ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള സർവ്വ സംവിധാനങ്ങളും വളരെ ഗൗരവമാണ്. കാരണം അതാ അതിന്റെ പരിണിത ഫലമായ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതാ ഖിയാമത്ത് നാൾ വരെ ഈ തീച്ചൂളയിൽ അവർ മുഴുവൻ ശിക്ഷിക്കപ്പെടുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ മുസ്ലിം ഉമ്മത്തിലെ ഒരൊറ്റ പെണ്ണും ഒരൊറ്റ പുരുഷനും വിചാരത്തിലേക്ക് പോകാത്ത നിലക്ക് റബ്ബിന്റെ കാവലുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു ആ മാരകമായ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതാ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു കൊടുക്കുന്നു. വല്ലദീ റഅയ്തഹു ഫിന്നഹിരി, അതാ അങ്ങ് നദി കണ്ടില്ലേ, ഒരു രക്തത്തിന്റെ പുഴയൊഴുകുന്നത് കണ്ടില്ലേ, അതിലൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടില്ലേ? അതാരാണെന്നറിയാമോ? ആക്കിലുർ റിബാ, പലിശ തിന്നുന്നവരാണ്.
പലിശക്കാരാണ് ആ പുഴയിൽ രക്തം കുടിക്കുകയാണ്. കാരണം അവർ ദുനിയാവിൽ പാവങ്ങളുടെ രക്തമൂറ്റി കുടിച്ചവനാണ്. എന്റെ കയ്യിൽ പണമില്ല മുതലാളി, 1000 രൂപ തരാമോ, നാളെ അങ്ങ് തരാമെന്ന് പറഞ്ഞപ്പോ ധിക്കാരിയായ മുതലാളിയുടെ മനസ്സലിഞ്ഞില്ല. പാവപ്പെട്ട ഈ മനുഷ്യന് ഞാൻ 1000 കൊടുത്താൽ എന്താണെന്ന് ഈ ധിക്കാരി ചിന്തിച്ചില്ല. തരാമടോ, നിനക്ക് 1000 10,000 വേണമെങ്കിൽ തരാം, പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും, 1 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും, ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും നീ എനിക്ക് പണം മടക്കി തരുമ്പോ ഇത്ര ഈ റൊക്കം തന്നാൽ പോരാ, പലിശ വേണം. അങ്ങനെ പാവങ്ങളുടെ ഇടങ്ങേറ് ചൂഷണം ചെയ്ത ധിക്കാരിയാണിവൻ. പാവങ്ങളുടെ പ്രയാസത്തെ അറിയാതെ അവന്റെ കരളിന്റെ ചങ്കിലെ ചോര ഊറ്റി കുടിച്ച രാക്ഷസനാണിവൻ. അതുകൊണ്ട് പലിശ മുതലാളി അവനതാ പാവങ്ങളുടെ രക്തം ഊറ്റി കുടിച്ചവനാണ്, അവരുടെ പ്രയാസമറിയാത്തവനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണ്, ചങ്കിലെ ചോരയും ഹൃദയത്തിലെ ചോരയും കരളിലെ ചോരയും ഊറ്റി കുടിച്ച രക്തരക്ഷസാണവൻ. അതുകൊണ്ടതാ പരലോകത്തവന് കൊടുക്കുന്ന ശിക്ഷ കണ്ടില്ലേ, രക്തത്തിന്റെ പുഴയിലാണ് അവനതാ കുടിച്ചു കുടിച്ചവന്റെ വയറ് ഒത്തിരിക്കുന്നു, രക്തമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ തുഴഞ്ഞ് ഒരുവിധം കരക്കൊപ്പിക്കുകയാണ്. അങ്ങോട്ട് നീന്തി വാ പിളർന്നുകൊണ്ടവൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് അതാ കരയിൽ നിൽക്കുന്ന ഒരാള്, ശിക്ഷിക്കുന്നയാള് കല്ലുകൾ അവന്റെ വായിലേക്ക് എറിയുന്നു. അവനതാ പിന്നെയും ആ രക്തപ്പുഴയിലേക്ക് പിന്നെയും മാട്ടിയോടിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ബാങ്കുകളിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയുടെ കണക്കും നോക്കിയിട്ട് അതുപോലെ തന്നെ 200 കൊടുത്താൽ 1000 കൊടുത്താൽ 1200 ലക്ഷ്യം വെക്കുന്നവർ, അള്ളാനെ പറ്റിക്കാൻ വേണ്ടി ഹീലത്തുകൾ ചമയുന്നവർ, പടച്ച റബ്ബിനെ പറ്റിക്കാൻ വേണ്ടി പലിശയല്ലെന്ന് തോന്നിക്കുന്ന നിലക്കുള്ള മോഡേൺ ഫൈനാൻഷ്യൽ ട്രിക്കുകൾ ചമക്കുന്ന ആളുകൾ എല്ലാവരും ചിന്തിച്ചോളണം. അതാ ഖബറിലെ ശിക്ഷ ഭീകരമാണ്. ഇത് വരാൻ പോകുന്ന ഹക്കാണ്. ഇത് ഹക്കാണ്. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്ന പ്രാർത്ഥനകളിൽ കാണാം, വഇന്ന അദാബൽ ഖബ്രി ഹഖ്ഖുൻ. അതിങ്ങനെ പറയാ, വഇന്ന അദാബൽ ഖബ്രി ഹഖ്ഖുൻ, ഞാൻ അംഗീകരിക്കുന്ന റബ്ബേ ഖബറിലെ ശിക്ഷ സത്യമാണ്, ഖബറിലെ ശിക്ഷ സത്യമാണ്. എന്തിനാ അതിങ്ങനെ പറയുന്നത്? ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഇത് വരാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൂടാ, അതുപോലെ പഠിച്ചതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതാ നിസ്കാരങ്ങൾക്ക് പോകാതെ ഉറങ്ങുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിക്കൂടാ. ഇങ്ങനെ കഠോരമായ ഒരു 4 പാപങ്ങളെ പറ്റി അതിന് കിട്ടാൻ പോകുന്ന നരകത്തിലെ ശിക്ഷയെ കുറിച്ചല്ല ഈ പറഞ്ഞതൊന്നും. നരകത്തിലെ ശിക്ഷക്ക് മുമ്പേ അതാ ബർസഖിൽ കിട്ടാൻ പോകുന്ന ഈ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നു. പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ കുറവ്, അതിന്റെ ഒരു ധൂമപടലമെങ്കിലും പുകപടലമെങ്കിലും ഏൽക്കാത്ത ആളുകൾ കുറവ്. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോകുന്ന, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് വന്നു ചേരുന്ന, നാം അറിയാത്ത വിധത്തിൽ കയറി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പലിശയുടേതായ ബാധ്യതകൾ, ഇടപാടുകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഫിൽസ് പലിശ വാങ്ങിക്കൂടാ, അറിഞ്ഞുകൊണ്ടൊരു ഫിൽസ് ഉപയോഗിച്ചുകൂടാ, അറിഞ്ഞുകൊണ്ട് ആ ഒരു രൂപത്തിൽ നമ്മൾ നീങ്ങിക്കൂടാ. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന പാപങ്ങൾ എടുത്തു നോക്കിയാൽ മാരകമായ ഖബർ ശിക്ഷയ്ക്ക് ഹേതുവായി തീരുന്ന മറ്റ് ചില പാപങ്ങൾ, അതാ